നമസ്കാരം. കേരളത്തിലെ എല്ലാവർക്കും അതുപോലെ തന്നെ കർമ്മ ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കർമ്മ ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കുറച്ച് വൈകിയാണ് പുതുവത്സരാശംസകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നത്. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, കുറച്ച് യാത്രകളുണ്ടായിരുന്നു, ഒഴിച്ചുകൂടാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ജനുവരി 1-ാം തീയതി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാതിരുന്നത്. പക്ഷേ എല്ലാ ജനുവരി 1-ാം തീയതിയും കർമ്മ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങളെപ്പോലെ തന്നെ കർമ്മ ന്യൂസിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കാറുണ്ട്. ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് നിങ്ങളോട് പറയണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുതുവത്സര മാസത്തിൽ ഈ പുതുവത്സരം ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾക്കുണ്ട്. അതായത് കർമ്മ ന്യൂസിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള, അതായത് ഏകദേശം 1/2 കോടിയോളം വരുന്ന കർമ്മ ന്യൂസിനെ ഇഷ്ടപ്പെടുന്ന കേരള ജനതയ്ക്ക് വലിയൊരു സന്തോഷ വാർത്ത കർമ്മ ന്യൂസിനെ അറിയിക്കാനുണ്ട്. അതായത് കർമ്മ ന്യൂസിൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ഐഫോൺ ഉപയോക്താക്കൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ആപ്ലിക്കേഷനുകൾ കർമ്മ ന്യൂസിന് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഗൂഗിളാണ്. ഏറ്റവും നല്ലൊരു പെർഫോമറായിട്ട് ഓൺലൈൻ മാധ്യമമായിട്ട് കർമ്മ ന്യൂസ് മാറിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അത് ഒരു അഭിമാന നിമിഷമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തുറന്നു നോക്കിയാൽ കർമ്മ ന്യൂസിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, ഏറ്റവും പുതിയ വാർത്തകൾ കർമ്മ ന്യൂസിലൂടെ അറിയുക. മറ്റൊരു കാര്യം, കർമ്മ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കർമ്മ ന്യൂസിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എപ്പോഴും ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഒരു എന്താണ് ഞങ്ങളുടെ ഒരു നിലപാട് എന്നുള്ളത് ഞങ്ങൾ പറയാം. അപ്പോൾ എന്ത് ന്യൂ ഇയർ റെസൊല്യൂഷനാണ് കർമ്മ ന്യൂസിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കാറ്? അത് മറ്റൊന്നുമല്ല, കർമ്മ ന്യൂസിൻ്റെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ തന്നെയാണ്. ഇപ്രാവശ്യം എന്ത് മാറ്റമാണ് മീഡിയ ഇൻഡസ്ട്രിയിൽ കർമ്മ ന്യൂസ് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേതനം സംബന്ധിച്ച് ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മീഡിയ ഇൻഡസ്ട്രി. അതായത് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു ശമ്പളമാണ്. വളരെ ശക്തിയുള്ളൊരു പ്രൊഫഷനാണ് ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ കൂടിയും വളരെ ചുരുങ്ങിയ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള പരാതികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാവുന്നതാണ്. പക്ഷെ കർമ്മ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കർമ്മ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും 25% വർധനവ് ശമ്പളത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ് മീഡിയ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ളൊരു നയം അടുത്ത വർഷവും നമ്മൾ സ്വീകരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ വേതനം സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ഉയർന്ന ജീവിത നിലവാരം, പ്രത്യേകിച്ച് ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ന്യൂസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും വേണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് 25% വരെ ശമ്പള വർധനവാണ് ഞങ്ങൾ നൽകിയത്. മറ്റൊരു കാര്യം, നമുക്ക് 3 വെബ് പോർട്ടലുകളാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷുണ്ട്, മലയാളം നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്, ഹിന്ദിയുണ്ട്. നമ്മുടെ ഓൺലൈൻ വാർത്തകളും മറ്റുമൊക്കെ നിങ്ങൾ കാണാറുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ IPTV സംവിധാനങ്ങളിലൊക്കെ നിങ്ങൾ നമ്മളുടെ വാർത്തകൾ കാണാറുണ്ട്. എംപ്ലോയീസിൻ്റെ വെൽഫെയർ ശമ്പളത്തിൽ മാത്രമല്ല, ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലായാലും, ഇപ്പോൾ നിങ്ങൾ ക്ഷേമത്തിൻ്റെ കാര്യത്തിലെടുത്താൽ
ഇൻഷുറൻസ്, PF അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെയും കൃത്യമായിട്ടുള്ള വർധനവ് നിങ്ങൾക്ക് നോക്കിക്കാണാനായിട്ട് കഴിയും. ഞങ്ങൾ ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 50%. അങ്ങനെയെങ്കിൽ ഇത്തവണ എത്രയാണ്? ഞങ്ങൾ 30% ഞങ്ങളുടെ എംപ്ലോയീസിന് ബോണസ് കൊടുത്തിട്ടുള്ളത്. അടുത്ത തവണ 50% മിനിമം ബോണസ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം 100% ബോണസോടുകൂടി ഞങ്ങളുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യണമെന്നാണ്. സെൽഫ്ലെസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഉയർന്ന ജീവിത നിലവാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മ ന്യൂസ് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തിയുള്ള മാധ്യമമായിട്ട്, സാധാരണക്കാരുടെ സ്വരമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ കടന്നുപോയി. ഇനിയും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് മാധ്യമരംഗത്ത് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ എംപ്ലോയീസാണ്. അവർക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല വാർത്തകൾ സാധാരണക്കാർക്ക് കളങ്കമില്ലാതെ എത്തിക്കുക എന്നുള്ളതും കൂടിയാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പറായിട്ട് ഇന്ന് കർമ്മ ന്യൂസിൻ്റെ thekarmanews.com നോക്കിക്കാണാവുന്നതാണ്. കാരണം ഗൂഗിൾ പോലുള്ള വലിയൊരു സംരംഭം കർമ്മ ന്യൂസിനെ ആ ഒരു തലത്തിൽ അംഗീകരിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ വീഡിയോ വിഭാഗം പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടാണ്. CEO ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ വർക്ക് ചെയ്യുന്ന CEOയുടെ ഓഫീസ് ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഓൺലൈൻ ന്യൂസ് പേപ്പർ എന്ന് തന്നെ പറയാം. വളരെ ശക്തമായിട്ട് ഡിജിറ്റലായിട്ട് ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരിക പേപ്പറിൽ അച്ചടിച്ച ഒരു പത്രമാണ്. പക്ഷേ കാലം മാറി, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് 72ഓളം പേരാണ്. നമ്മുടെ വിഷ്വൽ മീഡിയ, അതുപോലെ തന്നെ ഓൺലൈൻ പത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രാദേശികമായിട്ടുള്ള ലേഖകന്മാർ, ജില്ലാതലത്തിലുള്ള ലേഖകന്മാർ, അതുപോലെ തന്നെ എഡിറ്റേഴ്സ്, സബ് എഡിറ്റേഴ്സ്, അങ്ങനെ വിവിധ തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എടുത്താൽ ഏകദേശം 72ഓളം പേര് വരുന്ന ഒരു ചെറിയ കുടുംബമാണ് കർമ്മ ന്യൂസ് ചാനൽ. അതൊരു വലിയ കുടുംബമാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാധ്യമങ്ങളുടെ അടുത്തും വളരെ ശക്തമായിട്ട് ഈ ചെറിയ കുടുംബം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിന്നു എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും നിരീക്ഷിച്ചിട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പോരാട്ടം നയിച്ചുകൊണ്ട്, ഏറ്റവും നല്ല വാർത്തകൾ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾ 1ാം സ്ഥാനത്താണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു വാർത്താ മാധ്യമ ചാനലാണ് കർമ്മ ന്യൂസ്. അതുകൊണ്ട് തന്നെ ഈ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ചെറിയ കുടുംബത്തെ വലിയ കുടുംബമാക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വലിയ കുടുംബം ആകുന്ന നിമിഷം കേരളത്തിലെ സാമൂഹികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പുതുവത്സര ആഘോഷം നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. മീഡിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജേർണലിസ്റ്റുകൾക്കും, എല്ലാ സഹപ്രവർത്തകർക്കും, എല്ലാ മാനേജ്മെൻറ്റ് പ്രൊഫഷണലുകൾക്കും ഉന്നത നിലവാരമുള്ള
ഒരു ജീവിതം സമ്മാനിക്കാൻ വേണ്ടി എല്ലായ്പ്പോഴും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും കർമ്മ ന്യൂസ് ചാനലിൻ്റേത് എന്നുള്ള വാഗ്ദാനം ഒരു സംശയവുമില്ലാതെ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന വർഷത്തിൽ, അടുത്ത പുതുവത്സരത്തിൽ ഈ ചെറിയ കുടുംബത്തെ വലിയ കുടുംബമാക്കി മാറ്റി ഏറ്റവും നല്ല വാർത്തകൾ നിങ്ങൾക്ക് സമ്മാനിച്ച് പുതിയൊരു ന്യൂ ഇയർ റെസൊല്യൂഷനോടുകൂടി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.